നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുൻ കേന്ദ്രമന്ത്രി, നമ്മുടെ മുൻ MP, മുൻ സംസ്ഥാന മന്ത്രി ശ്രീ KC വേണുഗോപാൽ അവർകളാണ്. ഞാൻ അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കാൻ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ആരാധ്യനായിട്ടുള്ള നമ്മുടെ നേതാവ്, ഇന്ത്യൻ ജനകോടികളുടെ ആശയാഭിലാഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജി, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയങ്കരനായിട്ടുള്ള KPCC അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥികൾ, അരൂരിന്റെ നിയമസഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടി ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയ പ്രിയങ്കരിയായിട്ടുള്ള ഷാനിമോള്, ചേർത്തലയിൽ കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട് ഇക്കുറി തിരിച്ചു പഠിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രിയ അധ്യക്ഷവേദിയിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മള് ഒരു ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വേദിയിലാണ്. ഈ പോരാട്ടം നമുക്കെല്ലാവർക്കും അറിയാം. രണ്ട് ശക്തികൾക്കെതിരായുള്ള പോരാട്ടമാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും നടത്തുന്നത്. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അവർ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്താകമാനം വർഗീയതയുടെ വിഷവിത്തുപാകി മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് നോട്ട് നിരോധനത്തിലൂടെ GSTയിലൂടെ ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞ ഭരണം വേണ്ട, നന്മ വേണ്ട, രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചാൽ മാത്രം മതി എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ട് കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷയിൽ ജനങ്ങളുടെ ജീവൽപ്രധാനമായ പ്രശ്നങ്ങളോട് കണ്ണോടിക്കാതെ അവയ്ക്കെല്ലാം എതിരായി പുറംതിരിഞ്ഞു നിന്ന് ഒരു കാര്യത്തിൽ മാത്രം പബ്ലിക് റിലേഷനിലൂടെ PR വർക്കിലൂടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിനെതിരായിട്ടും രണ്ടിനുമെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ്. ഇവിടെ ചില ചാനലുകളും ചില ആളുകളും സർവേ നടത്തിയെന്നാ പറയുന്നത്. അവർ സർവേ നടത്തി കണ്ടുപിടിക്കുകയാണ് ഇന്ന് വരെ നമ്മൾ ജയിച്ചിട്ടുള്ള തൃക്കരിപ്പൂർ അവർ നമുക്ക് തന്നതിന് എനിക്ക് വലിയ നന്ദിയുണ്ട്. ആ ചാനലുകൾ നന്ദിയുണ്ട്. ആ തൃക്കരിപ്പൂർ മണ്ഡലം നമുക്ക് തന്നതിന് വലിയ നന്ദിയുണ്ട്. കൂത്തുപറമ്പിൽ അവിടെ പോയി കണ്ടാൽ, ആ മണ്ഡലത്തിൽ പോയി കണ്ടാൽ ആ പോകുന്ന ഓരോരാൾക്കും ബോധ്യപ്പെടും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. ഐക്യജനാധിപത്യ വേണ്ടി മുന്നിലാണ്. പക്ഷെ അവിടെ 3ാം സ്ഥാനത്താണ് പോലും UDF. ഓ, എന്തൊരു സർവേയാ, എന്തൊരു സർവേയാ! സുഹൃത്തുക്കളെ, ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ ഉണ്ടെങ്കിൽ അതാകാം. പക്ഷേ കേരളത്തിലെ ജനമനസ്സുകളെ വെല്ലുവിളിച്ചുകൊണ്ടാകരുത് എന്നാണ് പറയാറുള്ളത്. മനസ്സാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ടാകരുത്. നിങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴാ അരൂരിൽ ഭരണപ്പെടുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നോക്കും. പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഷ്ടിച്ച് ജയിക്കും രാഹുൽ ഗാന്ധി. അതായിരുന്നില്ല സർവേ. കഷ്ടിച്ച് ജയിക്കും രാഹുൽ ഗാന്ധി എന്നായിരുന്നു സർവേ. ഇപ്പൊ എല്ലായിടത്തും LDF തരംഗം. ഓ, കമ്മ്യൂണിസത്തിന്റെ ഒരു മുതലാളിത്തവൽക്കരണം ഇതുപോലെ കണ്ട ഒരു കാലഘട്ടമില്ല. വയലാറിലെ പ്രിയപ്പെട്ട പഴയകാല കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസം നിങ്ങളുടെ പഴയകാല കമ്മ്യൂണിസമാണോ? അതാണോ നടക്കുന്നത് കേരളത്തിൽ? കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്താണ് കേരളത്തിൽ 5 കൊല്ലക്കാലത്തെ ഭരണം എന്ന് നമ്മളെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ കാണിക്കുന്ന സർവേകളില്ല. നമ്മൾ വിശ്വസിക്കുന്നത് 6-ാം തീയതി പോളിംഗ് ബൂത്തിലാണ്. അത് കഴിഞ്ഞ് 2-ാം തീയതി, മെയ് മാസം 2-ാം തീയതി വോട്ടെണ്ണുമ്പോഴാണ്. ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ജനങ്ങളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവരെല്ലാവരും തുടർഭരണം കൊതിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് വാജ്പേയി പറഞ്ഞ കാര്യം. ആ ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ ഷൈനിങ്, എവരിവെയർ ഷൈനിങ്. ബട്ട് ഇൻ ഇലക്ഷൻ UPA won, വാജ്പേയി ഗവൺമെന്റ് ലോസ് ടെറിബിളി. അവർ ദയനീയമായി പരാജയപ്പെട്ടു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുക. ഇത് വാശിയായി നമ്മൾ എടുക്കുക. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെ, ഈ വലിയ ഗൂഢാലോചന നമ്മൾ മനസ്സിലാക്കുക.
ആ ഗൂഢാലോചനയുടെ ജനമനസ്സുകളിൽ ജയിക്കില്ല എന്നവർക്ക് ബോധ്യമുള്ളപ്പോൾ ജനമനസ്സുകളെ റാഞ്ചിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വൻ ഗൂഢാലോചന നമ്മൾ മനസ്സിലാക്കുക. ഓരോരാളും വീട് വീഴാൻ നിലം കയറി ഇറങ്ങി ഈ സർക്കാരിന്റെ കെടുതികളെ കുറിച്ച് പറയുക. നമ്മൾ ഈ നാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പിച്ചു പറയുക. ആലപ്പുഴയുടെ ഈ ഭൂമിയിൽ നമ്മൾ നടത്തിയ ഒരുപാട്, ഇവിടെ പറയുന്നുണ്ടല്ലോ എന്ത് വികസനം 5 കൊല്ലം നടത്തിയത്. ആരാണ് തൈക്കാട് ശനിപ്പാലം കൊണ്ടുവന്നത്? UDF അല്ലേ കൊണ്ടുവന്നത്? ആരാണ് ആലപ്പുഴ ബൈപ്പാസ് കൊണ്ടുവന്നത്? UDF അല്ലേ കൊണ്ടുവന്നത്? ആരാണ് NPTI ഊർജ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത്? ആരാണ് ഫുഡ് പാർക്ക് കൊണ്ടുവന്നത്? ഇവിടെ വികസനം കൊണ്ടുവന്നത് മുഴുവൻ UDF, കോൺഗ്രസ്. ഇപ്പോൾ എന്നിട്ട് പറയാം വികസനത്തിന്റെ തേരിൽ വരുന്നു എന്ന്. അതുകൊണ്ട് ഇതിലൊക്കെ വിശ്വസിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചേർത്തലയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് ചെറിയ ഭൂരിപക്ഷത്തിന്, പക്ഷേ ഇക്കുറി കണക്ക് തീർത്ത് ചേർത്തലയുടെ മണ്ണിൽ നിന്നും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം ആലപ്പുഴയിൽ മത്സരിക്കുന്ന ഞാൻ അഭിമാനത്തോടെ പറയാം. അരൂരിൽ ഷാനിമോൾ, ആലപ്പുഴയിൽ ചേർത്തലയിൽ ശരത്ത്, ആലപ്പുഴയിൽ ഡോക്ടർ മനോജ്, അമ്പലപ്പുഴയിൽ ബിജു, ഹരിപ്പാട് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കായംകുളത്ത് നമ്മുടെ ഏറ്റവും കൊച്ചുമിടുക്കിയായിട്ടുള്ള അരിത ബാബു, എല്ലാവരും ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൂടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കേരളത്തിന് ഒരു പുതിയ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. കേരളത്തിന് പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ, ഭാവി കേരളം ശക്തമാക്കാൻ ഇതാ കേരളത്തിന്റെ യുവത്വത്തെ അതോടൊപ്പം പരിചയസമ്പന്നതയെ കോർത്തിണക്കിക്കൊണ്ട് 1ാം തരം സ്ഥാനാർത്ഥി പട്ടിക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട് നൽകിയിരിക്കുന്നു. അതിലൂടെ നല്ല ഭരണം, നല്ല കാഴ്ചപ്പാടുകൾ ഈ നാടിന് സമർപ്പിക്കാനായിട്ടാണ്. നിങ്ങൾ അതുകൊണ്ട് ശരത്തിനെയും ഷാനിമോളിനെ, നിങ്ങൾക്കറിയാം 1.5 വർഷമേ ഷാനിമോൾ MLA ആയിട്ടുള്ളൂ. പക്ഷെ അരൂരിന്റെ മനസ്സ് കീഴടക്കിക്കൊണ്ട് വികസന കാര്യത്തിൽ വിപ്ലവം തീർത്ത രണ്ടുപേരെയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്രാവശ്യം 6-ാം തീയതി വരെ നമുക്ക് വിശ്രമമുണ്ടോ? 6-ാം തീയതി വരെ വിശ്രമമുണ്ടോ? നമ്മളെല്ലാവരും ബൂത്തിലാണ്, നമ്മളെല്ലാവരും വീടുകളിലാണ്, മീറ്റിംഗുകളിലെല്ലാം വീടുകളിലാണ്. ഇതൊരു ഉജ്ജ്വലമായ കാര്യമായി ഏറ്റെടുത്ത് നിങ്ങൾ ഈ രണ്ടുപേരെയും കേരള നിയമസഭയിൽ എത്തിക്കാൻ നാട്യങ്ങളില്ല. നിഷ്കളങ്കമായ ഭാവത്തോടുകൂടി ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു, പാവപ്പെട്ടവരുടെ ജയിപ്പിക്കുന്നു. ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെയും പിന്നാലെ പോകുന്ന നേതാവല്ല ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പണക്കാരന്റെയും പിന്നാലെ പോകുന്ന നേതാവല്ല രാഹുൽ ഗാന്ധി. പാവപ്പെട്ടവന് വേണ്ടി നിലകൊള്ളുന്ന, ഏത് കാര്യത്തിലും നിലകൊള്ളുന്ന നേതാവ്. സംഘപരിവാർ ആക്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സഖാക്കളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര ആക്രമിച്ചാലും റബ്ബർ പന്ത് ചുമരിനടിക്കുന്നത് പോലെ നിങ്ങളുടെ ഓരോ ആക്രമണത്തിനുമെതിരായി ഉജ്ജ്വലമായി പോരാടുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് രാഹുൽജി ഇവിടെ വന്നിരിക്കുന്നു. ഈ ഉഗ്രമായിട്ടുള്ള പോരാട്ടത്തിൽ ഈ 2 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ വന്നിരിക്കുന്നു. അതിന് അഭിമാനം തോന്നിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട, എത്രയോ വർഷം എന്നെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അയച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രാവശ്യം ഈ 2 പേരെയും വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും ഈ അഴിമതി സർക്കാരിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് ഓരോ കൊള്ളയും പുറത്തു കൊണ്ടുവന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല MLA അവർ നിന്നോട് സംസാരിക്കും. ആരാധ്യനായ ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AICCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, പ്രിയപ്പെട്ട ശ്രീ S ശരത്, പ്രിയങ്കരനായ ശ്രീ ഐവാൻ ഡിസൂസ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി
ഈ ചേർത്തലയുടെയും അരൂരിലെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പുണ്യഭൂമിയിലെത്തിയിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ ഒരു പോരാട്ടം, അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ബിജെപിയുടെ വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദിക്കെതിരായി ഇന്ത്യയിലുടനീളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന പോരാട്ടത്തിൽ നമ്മൾ കൂടി പങ്കാളികളാകണം. കേരളത്തിലെ 5 വർഷക്കാലത്തെ ഇടതുമുന്നണി ഭരണം വിതച്ച വിനാശകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. നമ്മുടെ നാടിനെ തകർത്ത ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. പാവപ്പെട്ടവന് ഒരു സഹായവും ചെയ്യാത്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. വികസനം തൊട്ടു തീണ്ടിയിട്ടില്ല, വികസന പരിപാടികൾ നടപ്പാക്കിയിട്ടില്ല. എന്നിപ്പോ ആകെ ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളെ കൈവശപ്പെടുത്തിക്കൊണ്ട് സർവേകൾ നടത്തുകയാണ്. ഒരു സ്ഥാപനം തന്നെ 4 പേർക്ക് വേണ്ടി സർവേ നടത്തുന്നു. ഈ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ 200 കോടി രൂപയുടെ പരസ്യമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് നൽകിയത്. 143 കോടി രൂപ PRD-യിലൂടെ, 57 കോടി രൂപ കിഫ്ബിയിലൂടെ. അങ്ങനെ പരസ്യം കൊടുത്ത മാധ്യമങ്ങളെ തങ്ങളുടെ പക്ഷത്താക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. നമ്മുടെ നാട്ടിൽ മാധ്യമ ധർമ്മം ഉണ്ടാകണ്ടേ? പ്രതിപക്ഷത്തിന് ഒരു റോൾ ഉണ്ടാകണ്ടേ? പൂർണ്ണമായും ഏകപക്ഷീയമായി മാധ്യമങ്ങൾ പെരുമാറുന്നു. ഓരോ സർവേയും പരിശോധിക്കുക. ഈ സർവേക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ്? ഇന്നലെയും ഒരു സർവേ വന്നു. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് മുമ്പ് സർവേ, പ്രകടന പത്രിക വരുന്നതിന് മുമ്പ് സർവേ. ആ സർവേയിലൂടെ പിണറായി വിജയനും LDF-നും നേട്ടമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. നമുക്കാർക്കും ഈ സർവേയിൽ വിശ്വാസമില്ല. UDF ഈ സർവേകളെ തള്ളിപ്പറയുന്നു. കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് സർവേയുടെ പ്രവചനം UDF-ന് അനുകൂലമായിരുന്നു. പാലായിൽ ജയിച്ചത് LDF ആയിരുന്നു. അരൂരിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത് LDF ജയിക്കുമെന്നാണ്. UDF ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് LDF ജയിക്കുമെന്ന് പറഞ്ഞു. 19-20 19 സീറ്റും UDF ജയിച്ചു. ശശി തരൂർ തോക്കുമെന്ന് പറഞ്ഞു. ശശി തരൂർ 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിച്ചു. പാലക്കാട് MP ശ്രീകണ്ഠൻ തോക്കുമെന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ MP ആയി ഇന്ന് പാലക്കാട് പ്രതിനിധീകരിക്കുന്നു. എന്ത് വിശ്വാസ്യതയാണ് ഈ സർവേക്ക്? ഗവൺമെന്റിന് ഓശാന പാടുന്ന മാധ്യമങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തത്. ജനഹിതത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങൾ നോക്കുന്നു, അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ നിർത്തുന്നു. ഈ സർവേയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ ഏപ്രിൽ മാസം 6 നടക്കുന്ന ജനങ്ങളുടെ സർവേയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ആ ജനങ്ങളുടെ സർവേ UDF-ന് അനുകൂലമായിരിക്കുള്ള കാര്യത്തിൽ തർക്കമില്ല. ചേർത്തലയിൽ ശരത്ത് ജയിക്കുമെന്ന് കണ്ടപ്പോഴാണ് മറ്റൊരു ശരത്തിനെ നിർത്തിയിരിക്കുന്നു. അപരനെ നിർത്തി തോപ്പിക്കാമെന്ന്. ശരത്തിനെതിരായ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ എനിക്കെതിരെ മത്സരിച്ച് 18,000 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. പേടിക്കണ്ട, ചേർത്തലയിലെ MLA ശരത്ത് തന്നെ ആയിരിക്കും. ഷാനിമോൾ ഉസ്മാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകുത്തരങ്ങളെ തകർത്തുകൊണ്ട് MLA ആയ വ്യക്തിയാണ്. ഒരു സംശയം വേണ്ട, ഇത്തവണയും
അരൂരിന്റെ MLA ഷാനിമോൾ ആയിരിക്കുമെന്ന് നടത്തി തർക്കമുണ്ട്. ഇതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി അരൂരിലെ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഞങ്ങളോട് സംസാരിക്കും. ഏറ്റവും ആദരണീയനായ രാഹുൽ ഗാന്ധിജി, KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകൾ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ താരിഖ് അൻവർജി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽജി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചേർത്തലയിലെ നമ്മുടെ എല്ലാം കുഞ്ഞനുജൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ ശരത്, പ്രിയപ്പെട്ട ഐവാൻ ഡിസൂസ, ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, we wholeheartedly welcome the future of India, Rahul Gandhi ji. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും അരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന എളിയവളായ എന്നെ കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹിതരെ, രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. കേരളത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രിക ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുദിച്ച ന്യായ് പദ്ധതിയിലൂടെ പാവപ്പെട്ടവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്നുള്ള പ്രഖ്യാപനമടക്കം ചെറുപ്പക്കാരുടെ ആശങ്കകൾ അകറ്റാൻ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ, തൊഴിലാളികളുടെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പുത്തൻ പദ്ധതികൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ, നമ്മുടെ നാട്ടിലെ ഉപജീവനമാക്കി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കട്ടെ. 1.5 വർഷക്കാലമായി എന്നെ അരൂരിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകളോടും, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ ആളുകളോടും ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അരൂരിന്റെ വികസനത്തിന് വേണ്ടി സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ 5 വർഷക്കാലം കൂടി എളിയവളായി എന്നെ വിജയിപ്പിക്കണം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയങ്കരനായ അധ്യക്ഷൻ, നമുക്കും ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും പാവപ്പെട്ടവനും അവന്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി. അഭിമാനത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ ഈ നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്രിയങ്കരനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, പ്രിയങ്കരനായ നമ്മുടെ ACCയുടെ ജനറൽ സെക്രട്ടറി, നമ്മുടെ മുൻ MP കൂടിയായ പ്രിയങ്കരനായ KC വേണുഗോപാൽജി, പ്രിയങ്കരനായ നമ്മുടെ കേരളത്തിന്റെ ചാർജുള്ള താരിഖ് അൻവർജി, പ്രിയങ്കരനായ കോൺഗ്രസിന് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻജി, പ്രിയങ്കരനായ നമ്മുടെ ACCയുടെ സെക്രട്ടറി, നമ്മുടെ ചാർജ് വഹിക്കുന്ന ഐവാൻ ഡിസൂസാജി അടക്കം UDFന്റെ ചെയർമാൻ ഷാഹിദ് ചേട്ടനുണ്ട്, DG പത്മനാഭൻ അപ്പുചേട്ടനുണ്ട്, അതിനെല്ലാവരുടെയും പേരെടുത്തുള്ള. അതോടൊപ്പം എന്നോടൊപ്പം കഴിഞ്ഞ തവണ എല്ലാ പ്രവചനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് അരൂരിൽ അഭിമാനത്തിളക്കമായ വിജയം നേടിയ പ്രിയങ്കരിയായ സഹോദരി വേദിയിലുള്ള പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഒന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് ഞാൻ. 74,500 വോട്ടാണ് അന്ന് ചേർത്തലയിലെ ജനങ്ങൾ എനിക്ക് അനുകൂലമായി വിധിയെഴുതിയത്. അതിന് ഉത്തരവാദിത്വമായി ഞാൻ കണ്ടു ഇത്രയും പേര് എന്നിൽ അർപ്പിച്ച വിശ്വാസം. ആ വിശ്വാസം നിലനിർത്തുവാൻ കഴിഞ്ഞ 5 വർഷവും ചേർത്തലയിൽ ചേർത്തലക്കാരുടെ സുഖത്തിൽ, ചേർത്തലക്കാരുടെ ദുഃഖത്തിൽ,
അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ ഒരു സഹോദരനായി, ഒരു സുഹൃത്തായി ഓടിയെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒറ്റ ആത്മവിശ്വാസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ളത്. പ്രിയമുള്ളവരെ, കോവിഡ് കാലഘട്ടത്തിലും പ്രളയത്തിലും ഓൺലൈൻ വിദ്യാഭ്യാസ സമയത്തുമെല്ലാം നിങ്ങളോടൊപ്പം നിന്നു. നിങ്ങൾ എന്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ, എന്നെ പിന്തുണയ്ക്കുന്നവരുടെ പിന്തുണയോടെ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചെറിയ രീതിയെങ്കിലും ആശ്വാസമാകാൻ നിന്നു എന്നുള്ള വലിയ ആത്മവിശ്വാസം ഞാൻ ഉറച്ചു പറയുന്നു. ഈ ജനാവലിയെ സാക്ഷി നിർത്തി, ചേർത്തലക്കാരെ സാക്ഷി നിർത്തി, ചേർത്തലയുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. ചേർത്തല താലൂക്ക് ആശുപത്രി നമ്മുടെ MP ഞാൻ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. MP അടക്കം ശ്രീമാൻ AK ആനന്ദ് അടക്കം ശ്രീ വയലാർജി അടക്കം കോടികൾ കൊടുത്തുകൊണ്ട് കെട്ടിടങ്ങളടക്കം പണിത് ട്രോമാ കെയറും ഡയാലിസിസ് യൂണിറ്റും കൊടുത്ത് ആ ആശുപത്രിയെ ദേശീയ അംഗീകാരം നേടിയ ആശുപത്രിയാക്കി മാറ്റിയിട്ട് ഇന്നത് ഒരു റഫറൻസ് സെന്ററായി പ്രവർത്തിക്കുകയാണ്. കോട്ടയത്തേക്കും വണ്ടാനത്തേക്കും അയക്കുന്ന റഫറൻസ് സെന്റർ. 2 ദിവസം ഞാൻ അടുപ്പിച്ച് നിരാഹാരം കിടന്നു, ഉപരോധങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി. നമ്മുടെ ചേർത്തലയിൽ 24 മണിക്കൂറും സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരു സംശയം വേണ്ട. പോരാട്ടത്തിന് നമ്മൾ നിൽക്കും. തീരദേശ മേഖല, കാർഷിക മേഖല, കയർ മേഖല, എല്ലാ മേഖലയും തകർച്ചയിലാണ്. തീരദേശത്ത് കടൽ ഭിത്തി അടക്കം പാലങ്ങളുടെ തകർച്ച. ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാ മേഖലയിലും നമുക്ക് വികസനം വേണം. ആ വികസനത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി ജനങ്ങളെ ചേർത്തുകൊണ്ട്, ചേർത്തലക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന, ചേർത്തല നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന എന്നെ നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ആലപ്പുഴ ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോൾ പോളിയോ കൊടുത്ത ഒരു കുട്ടി ഇന്ന് 7 വയസ്സുകൾ പൂർത്തിയാക്കി ഇവിടെ അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുണ്ട്. ആദി ആയുഷ് ദേവ് ആ കുട്ടിയെ കടത്തിവിടണം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാം ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. तारिक अनवर जी, मुल्लापल्ली जी, रमेश चेन्नीथाला जी, KC वेणुगोपाल जी, हमारे कैंडिडेट्स शानिमोल उस्मान जी, S शरद जी, स्टेज पे कांग्रेस के वरिष्ठ नेता, UDF के वरिष्ठ नेता, brothers and sisters, friends from the media, I'd like to welcome all of you here today. വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരെയും ഈ സായാഹ്ന വേളയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. You are aware of the situation in the country today. A country that used to be united, confident, working together, is today angry. The whole world was talking about India and its progress. 7 കൊല്ലം മുമ്പ് ലോകം മുഴുവനുള്ളത് ചർച്ചാ വിഷയം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ Success. What is the secret of India's success? അവരൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ എന്റെ ഓഫീസിൽ പോലും വരാറുണ്ടായിരുന്നു. അവർ ചോദിക്കാറുണ്ടായിരുന്നു, എന്താണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്നുള്ള കാര്യം. How do all of you work together? Different languages, different cultures, different histories, different ideas. How you all work together?
നിങ്ങളെല്ലാവരും ഈ വ്യത്യസ്തതകളിലുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ വിവിധ ജാതി, വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, ഇങ്ങനെയുള്ള എല്ലാവരും കൂടെ എങ്ങനെയാണ് നിങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുന്നതെന്ന് അവരെന്നോട് ചോദിക്കുമായിരുന്നു. How does your economy grow so fast? നിങ്ങളുടെ സാമ്പത്തിക രംഗം എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് കുതിച്ചു ചാടുന്നത് എന്ന് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു അവർ. And today those same people come and ask me what has gone wrong. അതേ ആളുകൾ 8 വർഷം മുമ്പ് ഇന്ത്യയെക്കുറിച്ച് പ്രകീർത്തിച്ച അതേ ആളുകൾ ഇപ്പോൾ വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. Some investors came to see me some time back. ചില സംരംഭകർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നിരുന്നു. And in the conversation I asked them what do they think. സംഭാഷണത്തിനിടയിൽ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത്. And they said to me, Mr. Gandhi, we are not foolish. അവർ പറയുണ്ടായി, അദ്ദേഹത്തോട് പറയുണ്ടായി, മിസ്റ്റർ ഗാന്ധി, ഞങ്ങളൊന്നും വിഡ്ഢികളല്ല. If Indian people themselves are not investing in India, why should we invest? ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ളവർ ഇന്ത്യയിൽ അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പുറം രാജ്യങ്ങളിലാണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നതെന്നാണ് അവരെന്നോട് ചോദിച്ചത്. So what used to be our strength has suddenly become our biggest weakness. നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്തായിരുന്നു അത് പിന്നീട് അതേ കാര്യം ദൗർബല്യമായി മാറുന്ന ചിത്രമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We have a prime minister who keeps talking about make in India, make in India, make in India. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, എപ്പോഴും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കാറുണ്ട് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയെ സൃഷ്ടിക്കുക, ഇന്ത്യയെ സൃഷ്ടിക്കുക, ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന് പറയാറുണ്ട്. And the world laughs at him ലോകം അതുകൊണ്ട് ചിരിക്കുകയാണ്. because they can see that he is the person who is dividing India so that it will never be able to make anything. കാരണം ആ ലോകത്തിലെ ആളുകൾക്ക്, നേതാക്കന്മാർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം തന്നെ അവരെല്ലാം മനസ്സിലാക്കുന്നതാണ്. International institutions are saying India is no longer a democracy. അന്തർദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യം നിലകൊള്ളുന്ന രാജ്യമാണെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല എന്നുള്ളത്. I didn't imagine that I would see this day. ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യം നമുക്ക് നേരിട്ടേണ്ടി വരുമെന്നുള്ള കാര്യം ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. That foreign institution is calling my country not a democracy and I have to keep quiet. ചില വിദേശങ്ങളിലുള്ള ചില സംഘടനകൾ നമ്മൾ സ്വന്തം രാജ്യം ജനാധിപത്യപരമല്ലാമെന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പറ്റും ഒരു ദേശസ്നേഹിയായ ആൾക്ക്? Because it is true. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങൾ അതിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. So for all those people who ask the question, why is India unable to provide jobs for its youngsters? Why is the Indian economy not growing? I'll give you the answer. ലോകം മുഴുവനുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയാത്തത്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താൻ For our own community, we're working for our own language, for our own state, but we're not working for India. ഇത് നമ്മളതിന്റെ കാരണം നമ്മളെല്ലാം സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഭാഷക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായി നമുക്ക് കാണാൻ കഴിയുന്നത്. Because working for India means also working for the person who is standing in front of us. ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. So today I go to a college, I speak to hundreds of girls, and I cannot with confidence tell them that you will get a job. ഞാൻ ഇന്ന് എറണാകുളത്ത് ഒരു കോളേജിൽ പോയുണ്ടായി, അവിടെ കുറെ കുട്ടികളുമായി സംവാദത്തിൽ ഏർപ്പെടുകയുണ്ടായി, അവരോട് ചർച്ച നടത്തുന്നുണ്ടായി. പക്ഷെ എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. I am scared to ask them the question, do you think you will get a job? Because I suspect the answer they will give me.
എനിക്ക് സത്യത്തിൽ ഒരു പേടിയായിരുന്നു അവരോട്. നിങ്ങളെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഉറപ്പ് എനിക്ക് തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. I don't want them to see their reality. നമ്മൾ അവരോട് യാഥാർത്ഥ്യങ്ങൾ അവരോട് പറയണമെന്നുള്ള ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. The reality being that they are highly educated young women, highly intelligent, highly capable, and their country and their state cannot promise them a future. യാഥാർത്ഥ്യം എന്താണ്? അവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്, ഏറ്റവും ഉയർന്ന അർഹതയുള്ളവരാണ്, വളരെ കഴിവുള്ളവരാണ്, ഏത് ജോലിയും ഏറ്റെടുക്കാൻ കഴിവുള്ളവരാണ്. പക്ഷെ അവരോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. When we were in power in the UDF here and in the UPA in Delhi, we understood how to run the economy. നമ്മുടെ രാജ്യത്തെ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ, ഇവിടെ UDF ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും കേന്ദ്രത്തിൽ UPA ഭരണത്തിലുണ്ടായിരുന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, നമുക്കറിയാമായിരുന്നു എങ്ങനെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താം, കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യം. Economists write long theories on this, but it is actually very simple. Economists write long theories about this, but it is actually very simple. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. പക്ഷെ ആ ചിത്ര സിദ്ധാന്തങ്ങളൊന്നുമല്ല, ഇത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. First thing you need is harmony. ഒന്നാമത്തെ കാര്യം പരസ്പര സഹോദര്യവും സ്നേഹവും നമ്മൾ തമ്മിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. And the second thing you need is you need to put money into people's hands. രണ്ടാമത്തെ കാര്യം ഏറ്റവും പാവപ്പെട്ടവരായ ദരിദ്രനാരായണന്മാരായ സാധാരണക്കാരുടെ കൈകളിലേക്ക് പൈസ എത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. If those two things happen, India's economy will grow. ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചാൽ, അതായത് പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജനങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണം എത്തിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക രംഗം കുതിച്ചു ചാടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. The Prime Minister did demonetization. പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചു. He applied a flawed GST. നമുക്കറിയാം GST എന്ന് പറയുന്ന നികുതി സമ്പ്രദായം വളരെ അപ്രായോഗികമായി കൊണ്ടുവന്നു. And then Corona struck. കോവിഡ് നമ്മുടെ രാജ്യത്ത് അതും ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. We told the government, put money into people's hands immediately. നമ്മൾ ഗവൺമെന്റിനോട് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിച്ചു കൊടുക്കൂ. Don't waste time. സമയം കളയാതെ എത്തിച്ചു കൊടുക്കൂ. Because the economic engine needs to be started quickly. ആ സാമ്പത്തിക മിഷന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനായി പണം ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ച് പണം വിതരണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. മാർക്കറ്റിലേക്ക് ആ പണം എത്തണം. Nothing. They did nothing. അവരൊന്നും ചെയ്തില്ല. See, we know. We did Manrega. We put money into poor people's hands. The economy started working. ഞമ്മൾക്കത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാവങ്ങളുടെ കൈകളിലേക്ക് പണം അന്ന് UPA ഗവൺമെന്റ് എത്തിച്ചു കൊടുത്തതെന്നുള്ള കാര്യം We do right to food. Economy starts working. നമ്മള് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവകാശമാക്കി മാറ്റിയപ്പോൾ സാമ്പത്തിക രംഗം കുതിക്കാൻ തുടങ്ങി. We did farm loan waiver. Economy starts working. നമ്മൾ കാർഷികരുടെ കടങ്ങൾ തള്ളി ആ പണം എഴുതിത്തള്ളിയ പണം അതും മാർക്കറ്റിലേക്ക് വന്നു. അപ്പൊ സാമ്പത്തിക രംഗം ശക്തമായി. Logic is very simple. It's not complex. If you put money into a poor person's hand, that poor person will go and buy something. If he goes and buys something, someone will need to produce that thing. നമുക്കറിയാം, വളരെ ലളിതമായിട്ടുള്ള സിദ്ധാന്തമാണ് ഇത്. നമ്മൾ പണം കൊടുത്താൽ മാത്രമേ ആ പണം മാർക്കറ്റിൽ പോയി ചെലവഴിക്കാൻ പാവപ്പെട്ടവന് കഴിയൂ. അങ്ങനെ പാവപ്പെട്ടവൻ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും ചെലവഴിക്കണമെങ്കിൽ അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകണം, അത് ഉൽപ്പാദിപ്പിക്കപ്പെടണം. If somebody starts to produce that thing, the factory will need people to do the job. അങ്ങനെ ഉൽപാദനം നടത്തണമെങ്കിൽ ഫാക്ടറികൾക്ക് ഇത് ഉൽപ്പാദിപ്പിക്കാൻ ചെറുപ്പക്കാരെ വേണ്ടിവരും, ജോലിക്കാരെ വേണ്ടിവരും. അപ്പോൾ ജോലി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. And employment will start happening. അങ്ങനെ തൊഴിലവസരങ്ങൾ നാട്ടിൽ ലഭ്യമാകാൻ തുടങ്ങും. So the first thing we are going to do when we come to power in Kerala is Nyay Yojana. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, UDF അധികാരത്തിൽ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ന്യായ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കും. And don't be confused that we are doing this
as some form of charity. ഇത് ഏതെങ്കിലും ജീവകാരുണ്യത്തിന്റെ ഫലമായി കാരുണ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതായിട്ടില്ല. This is not charity. ഇത് കാരുണ്യമല്ല. We are giving you money through the Nyaya Yojana so the economy starts working. ന്യായ പദ്ധതിയിലൂടെ പണം നൽകുന്നത് സാമ്പത്തിക രംഗത്തിന് കുതിച്ചുചാട്ടം ഉണ്ടാകാൻ കൂടി വേണ്ടിയാണ്, നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ കൂടി വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക. We are putting money in your pocket so that you can spend the money. നിങ്ങളുടെ കീശയിലേക്ക് നമ്മൾ പണം ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കത് ആ പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. It's like jump starting a car. അങ്ങനെയാണ് ഈ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നത്. You have to put fuel into the engine before the car can start. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി എണ്ണ ഒഴിക്കണം കാറിനകത്ത്, പെട്രോൾ ആയാലും ഡീസൽ ആയാലും. Right now the chief minister is sitting in a car. There is no fuel in the car and he keeps turning the key. നമ്മുടെ മുഖ്യമന്ത്രി, നമ്മൾ സങ്കല്പിക്കുക, ഒരു കാറിലിരിക്കുന്നു, അതിൽ എണ്ണയില്ല, പെട്രോളും ഇല്ല, ഡീസലും ഇല്ല, പക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു, വണ്ടി മൂവ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോയില്ല. അപ്പോൾ എന്തായാലും He just keeps turning the key, keeps turning the key, keeps turning. He won't put fuel in the car. താക്കോല് തിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ വണ്ടി ഓടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? They take time. The left people take time to learn these things. നമുക്കറിയാം, ഇടതുപക്ഷക്കാര് കാര്യങ്ങൾ പഠിക്കാൻ സമയം എടുക്കും എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. Maybe after another 20-30 years they will understand basic economics. ഒരു 10-25 കൊല്ലം കഴിഞ്ഞ്, 20-30 കൊല്ലം കഴിഞ്ഞ് എല്ലാം വെള്ളം ഒഴുകിപ്പോയി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. Right? But that is not the only money we're going to put in your hands. അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലേക്ക് പണം ഞങ്ങൾ ഇടാൻ വേണ്ടി പോകുന്നത്. We will raise the welfare pension to 3,000 rupees a month. എല്ലാ ക്ഷേമ പെൻഷനുകളും, ഇവിടെ കയർ തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, എല്ലാ മേഖലയും പരമ്പരാഗത തൊഴിലാളികളുണ്ട്. എല്ലാ ക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ച് 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം. And we will give a right to income for homemakers between 40 and 60 of rupees 2,000 a month. നമ്മുടെ വീട്ടമ്മമാർ, 40 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വീട്ടമ്മമാർ, അവരെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അവർക്ക് ആദ്യമായിട്ട് ഒരു പെൻഷൻ പദ്ധതി നമ്മൾ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ബൃഹത്തായിട്ടുള്ള കാര്യം. And most important, we will ensure minimum support price for rubber, coconut and paddy. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെൽകൃഷിക്ക്, റബ്ബർ കൃഷിക്ക്, നാളികേര കൃഷിക്ക്, ഇതിന് മൂന്നിനും മിനിമം സപ്പോർട്ട് പ്രൈസ്, ന്യായവില ഉറപ്പുവരുത്തുന്ന നടപടി നമ്മൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. And please understand the logic, because the moment we give this money to you, you will start spending this money. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ പണം തന്നാൽ നിങ്ങൾ അപ്പോൾ മുതൽ നിങ്ങൾ ആരംഭിക്കും ഈ പണം ചെലവഴിക്കാൻ. പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പണം നിക്ഷേപിക്കേണ്ട, അവർ ചെലവഴിക്കുകയാണ് ചെയ്യുക. And the moment you start spending the money, jobs will be created automatically. നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ സാന്ദർഭികമായി തന്നെ പിന്നീട് നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതോടുകൂടി Today I was driving and I saw a lot of people selling fish on the side of the road. ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര്, നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ ഈ റോഡരികത്ത് മത്സ്യം വെക്കുന്നത് കാണുകയുണ്ടായി. കൊച്ചിയിലൊക്കെ അത് കണ്ടു ഒരുപാട്. And I was wondering what would happen if the deal that the Kerala government was doing with that American company to make trawlers would have gone through. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. കേരള ഗവൺമെന്റ് അമേരിക്കൻ കമ്പനിയുമായി ഒപ്പിട്ടിരുന്ന കരാർ നടന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. What would happen if that lie had not been caught? ആ ഒരു വലിയ കള്ളത്തരം പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അത് കണ്ടുപിടിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത്. What would have happened if that betrayal had not been caught? What would have happened if that betrayal had not been caught? ആ ഒരു വലിയ ചതി കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ? Thousands and thousands of our fishermen brothers and sisters, thousands and thousands of people selling those fish would have been out of business. ആയിരക്കണക്കിന്, 10,000-കണക്കിന് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാർ, അവര് സത്യത്തില് മത്സ്യം വിറ്റ് ജീവിച്ചിരുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്നവർ, അവരെല്ലാം തീരാ ദുരിതത്തിലാവുമായിരുന്നു. ഈ ഒരു പ്രത്യേകമായ സംവിധാനത്തിൽ നിന്ന് തന്നെ പുറത്താകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. That deal shows the intention of the left front government. ആ ഒരു ഗൂഢനീക്കം ഇടതുപക്ഷ മുന്നണിയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തെയാണ്
പുറത്തു കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. And after they got caught, they said, okay, we will cancel the deal. കള്ളം കൈയോടെ പിടിച്ചപ്പോ അവർ മനസ്സിലാക്കി, ഇതാ മതിയാക്കി, ഞങ്ങളിത് പിൻവലിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. It's like a thief comes to your house, is carrying away your television, you catch him and then he says, no, I'll leave it here. ഇത് നിങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറി വന്നു, ടെലിവിഷൻ എടുത്തുകൊണ്ട് കള്ളം കൊണ്ടുപോയി, നിങ്ങൾ കൈയോടെ പിടിച്ചു, അവർ പറഞ്ഞു സോറി ഞാൻ ഈ ടെലിവിഷൻ എടുത്തത് അന്ന് പോവാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. Right? So that is the style and the intention. And what the left front does here, the Prime Minister does in Delhi. നമുക്കറിയാം ഇതാണ് അവരുടെ രീതി. ഇവിടെ ഇടതുപക്ഷ മുന്നണി ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടും അതേ രീതിയാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ ചെയ്യുന്ന അതേ രീതിയാണ് കേരളത്തിൽ ഇടതുപക്ഷം ചെയ്യുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. രണ്ടും ഒന്നുമല്ലേ. So the style is very simple: divide society and then hand what belongs to the society to other people. രീതി വളരെ വ്യക്തമാണ്. രീതി വളരെ ഒരേ ഒരു രീതിയാണ് രണ്ടുപേർക്കും. ജനങ്ങളെ വിഭജിക്കുക, എന്നിട്ട് ആ ജനങ്ങളെ തന്നെ വിൽപ്പനക്ക് കൊടുക്കുക എന്നുള്ളതാണ്. This election, our ticket selection has been different. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം ഒരുപാട് വ്യത്യസ്തത ഉള്ളതായിരുന്നു. We have given you many young candidates. ഒരുപാട് നല്ല ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് നൽകുകയാണ്. A silent revolution in the Congress party and the UDF. UDF-ലും കോൺഗ്രസിലും ഒരു നിശബ്ദമായ വിപ്ലവമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നമ്മൾ നടത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. We have not ignored experience. അനുഭവ സമ്പന്നത്തുള്ളവരെ നമ്മൾ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. So we have many excellent older leaders. ഒരുപാട് നല്ല പരിണതപ്രജ്ഞരായിട്ടുള്ള നല്ല പഴയകാല നേതാക്കന്മാർ നമുക്കുണ്ട്. So we have not ignored them, but we have opened the door for younger faces. നമ്മൾ അവരെ അവഗണിക്കുകയല്ല, മറിച്ച് പുതിയ ചെറുപ്പക്കാർക്ക് വേണ്ടി നമ്മുടെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. There is a reason for this. ഇതിനൊരു കാരണമുണ്ട്. Because we want to transform the conversation that is taking place in Kerala. നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾക്കിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. We want a new imagination for Kerala going forward. പുതിയ ഭാവനകൾ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പുതിയ ഭാവനകൾ, പുതിയ സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. We are showing that we are not happy with the way politics is working in Kerala. ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്ന രാഷ്ട്രീയത്തെ നമ്മൾ പൂർണ്ണമായി സംതൃപ്തരല്ല. കുറെ കൂടി പുതിയ മാനങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടതാണെന്ന് നമ്മൾ ജനങ്ങളോട് വാഗ്ദാനം ചെയ്യാൻ കൂടി ആഗ്രഹിക്കുകയാണ്. And so we are injecting new blood into the system. അതുകൊണ്ടാണ് പുതിയ യുവരക്തങ്ങളെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നമ്മൾ നിർത്തിയിരിക്കുന്നത്. And you will see this effect on the Vidhan Sabha and on the laws that are passed when the UDF comes to power. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബലം പ്രഖ്യാപിക്കുമ്പോൾ കേരള നിയമസഭയുടെ ചിത്രമെടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും വ്യക്തമാക്കും. അവിടെ പാസ്സാക്കുന്ന നിയമങ്ങൾ കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. And I want to tell you, it is a bold step for a political party to take. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും ധീരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുകയാണ്. And we are doing it because we believe in you. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. Here we have Shahnamol Usman. ഇവിടെ നമ്മുടെ കൂടെ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട് And ശരത്തും ഉണ്ട്. And I know both of them, and I'm confident that they will work in your interest honestly with dedication.